കരിങ്കല്ലുകൾ കൊത്തിയെടുത്ത് 7 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള പാലാ അമലോത്ഭവ ജൂബിലി കപ്പേളയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ വർഷങ്ങളായി നടത്തിയിരുന്നില്ല. പായൽ കഴുകി കല്ലിന്റെ ഭംഗി തിരിച്ചു കൊണ്ടുവരിക, ചോർച്ച ഭാഗങ്ങൾ പരിഹരിക്കുക, ജനലുകൾക്കും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും സംഭവിച്ച കേടുപാടുകൾ നീക്കുക, ഇടിമിന്നൽ രക്ഷാചാലകം ശക്തമാക്കുക, വൈദ്യുതി സംവിധാനങ്ങളുടെ നവീകരണം നടത്തുക എന്നിവയാണ് പുനരുദ്ധാരണ പണികളുടെ ഭാഗമായി നടത്തുന്നത്. പാലാ കത്തീഡ്രൽ, ലാലം പഴയപള്ളി, പുത്തൻപള്ളി വികാരിമാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെ പണികൾ ആരംഭിച്ചത്. പ്രധാനമായിട്ടും നവീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് പായൽ മൂലം ഇതിന് മനോഹാരിത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ പായലുകളൊക്കെ കഴുകി ഒന്നായിട്ട് വെടിപ്പാക്കി കല്ലിൻ്റെ ആ മനോഹാരിത തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതിന് ചില ചോർച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് അതിന് കേട് സംഭവിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് മിന്നൽ രക്ഷാചാലകം അത് സുശക്തമാക്കി തീർക്കുക എന്നുള്ളതും ഈ പുനരുദ്ധാരണ ജോലികളുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ചില വൈദ്യുതി കരണപരമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ 5-6 മേഖലകളിലാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പണികൾ നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പണികളുടെ നേതൃത്വം വഹിക്കുന്നത് പാലാ കത്തീഡ്രൽ ഇടവകയുടെയും ലാലം പഴയപള്ളി ഇടവകയുടെയും ലാലം പുത്തൻപള്ളി ഇടവകയുടെയും നേതൃത്വത്തിലാണ്. കുരിശുപള്ളിയുടെ നിലവിലുള്ള അവസ്ഥയ്ക്കുള്ള കാരണവും അതിനുള്ള പരിഹാരവും ശാസ്ത്രീയമായും സാങ്കേതികമായും പഠനം നടത്താൻ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെടുകയും അവർ പഠിച്ച റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. കുരിശുപള്ളിയുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ച എഞ്ചിനീയർ യേശുദാസുമായും യോഗ പ്രതിനിധികളുമായും ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് കോളേജിലെ എഞ്ചിനീയറിംഗ് ടീം ചർച്ച ചെയ്യുകയും കുരിശുപള്ളി പലതവണ സന്ദർശിക്കുകയും ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് നൽകിയത്. അന്തിമ റിപ്പോർട്ടിൽ പള്ളി പ്രതിനിധി യോഗം തീരുമാനമെടുക്കുകയും അതിന് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അംഗീകാരം നൽകുകയും ചെയ്തതോടെയാണ് പണികൾ ആരംഭിച്ചത്. പണികൾക്ക് നേതൃത്വം നൽകാൻ പുനരുദ്ധാരണ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. 50 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുമെന്നാണ് കണക്ക്. കത്തീഡ്രൽ പള്ളി വികാരിയും ജൂബിലി കപ്പേള കമ്മിറ്റി പ്രസിഡന്റുമായ ഫാദർ ജോസ് കാക്കല്ലിൽ, ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലച്ചാലിൽ എന്നിവർ നേതൃത്വം നൽകും. 1955 പണി ആരംഭിച്ച് പല ഘട്ടങ്ങളിലായി 22 വർഷം കൊണ്ടാണ് 1977 പാലാ ടൗൺ അമലോത്ഭവ ജൂബിലി കുരിശുപള്ളി പൂർത്തിയായത്. കുരിശുപള്ളിയുടെ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ ഇപ്പോൾ നടത്തുന്നത്. ഗോവണിയും വടവും ബന്ധിപ്പിച്ച് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പണികൾ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ.